യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മസ്കിന്റെ ഫെഡറൽ തൊഴിൽ ശക്തിയെ പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങളെയാണ് ട്രംപ് പ്രശംസിച്ചിരിക്കുന്നത്. കൂടുതൽ ക്രിയാത്മകമായ നടപടികൾ മസ്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം പങ്കുവച്ചത്. ഇതിനു മറുപടിയുമായി ഉടൻ തന്നെ ശതകോടീശ്വരൻ രംഗത്തെത്തുകയും ചെയ്തു. കൃത്യമായി എല്ലാം ചെയ്യാമെന്നാണ് മസ്ക് മറുപടി നൽകിയത്. മസ്ക് മികച്ച ജോലി ചെയ്യുന്നു, പക്ഷേ അദ്ദേഹം കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രക്ഷിക്കാൻ ഒരു രാജ്യമുണ്ടെന്നോർക്കുക. എന്നാൽ അത്യധികമായി എക്കാലത്തെക്കാളും മികച്ചതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. മസ്ക് ഉടൻ തന്നെ മിസ്റ്റർ പ്രസിഡന്റ് ചെയ്യാം എന്നാണ് മറുപടി നൽകിയത്. ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും ആരാധകർ ഈ പോസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാ യുഎസ് ഫെഡറൽ ജീവനക്കാരെയും അവർ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകാൻ അറിയിച്ചിരിക്കുകയാണ് മസ്ക്. ഇമെയിൽ വഴിയാണ് ജീവനക്കാരെ ഇത് അറിയിച്ചിരിക്കുന്നത്. ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിൽ അവരുടെ രാജിയായി ഇത് കണക്കാക്കുമെന്നാണ് മസ്ക് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ജീവനക്കാർ ചെയ്ത 5 ജോലിയുടെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മസ്ക് ഇക്കാര്യം തന്റെ എക്സ് പേജിലൂടെയും അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 11:59 വരെ മറുപടി നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാർ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തത ഇമെയിലിൽ നൽകിയിട്ടില്ല. എന്തായാലും പുതിയ നയം ഫെഡറൽ ജീവനക്കാർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൂട്ടപ്പിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിൽ മസ്ക് ഇതിനു മുൻപും ഇത്തരം നീക്കം നടത്തിയിട്ടുണ്ട്. ഈ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവർ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ അവർ ജോലി വിടണമെന്നുമാണ് മസ്ക് മുന്നറിയിപ്പ് നൽകിയത്. മുൻകാല നടപടികളിൽ വർക്ക് ഫ്രം ഹോം അവസാനിപ്പിച്ച് ഓഫീസിലേക്ക് തിരിച്ചു വരണമെന്നും ഫെഡറൽ ഏജൻസികൾക്കുള്ള ബൈ ഔട്ട് ഓഫറുകൾ നൽകുമെന്നും ഇലോൺ മസ്ക് അറിയിച്ചിരുന്നു. ട്വിറ്റർ വാങ്ങിയ ശേഷം അദ്ദേഹം നടപ്പിലാക്കിയതിന് സമാനമായ രീതിയാണ് മസ്ക് ഡോജിലും ഉപയോഗിക്കുന്നത്. നിരവധി ഏജൻസികളിലെ കൂട്ടപ്പിരിച്ചുവിടലുകളിൽ ഏകദേശം 77,000 തൊഴിലാളികൾ ബൈ ഔട്ട് ഓഫറുകൾ സ്വീകരിച്ചതായി ഭരണകൂടം റിപ്പോർട്ട് ചെയ്തു. ഇത് സിവിലിയൻ തൊഴിൽ ശക്തിയുടെ ഏകദേശം 3%. മസ്ക് നേതൃത്വം നൽകുന്ന വകുപ്പ് 39 ഫെഡറൽ വകുപ്പുകളിലും ഏജൻസികളുമായി 1000-ലധികം ആളുകളുടെ ഫെഡറൽ കരാറുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡോജ് ഇതുവരെ ഏകദേശം $55 ബില്യൺ ഫെഡറൽ ചെലവ് ലാഭിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു. എന്തായാലും വെബ്സൈറ്റിലെ ഇനം തിരിച്ചുള്ള സമ്പാദ്യത്തിന്റെ അവലോകനം ഏകദേശം $16 ബില്യൺ മാത്രമായി കണക്കാക്കുന്നത്. പാഴ്ചെലവുകൾ കുറയ്ക്കാനാണ് തന്റെ ശ്രമമെന്ന് ഇലോൺ മസ്ക് ആവർത്തിച്ച് പറയുമ്പോഴും ജീവനക്കാർ ഏറെ ആശങ്കയിലാണ്. എന്നാൽ യുഎസ് ട്രഷറി വകുപ്പിന്റെ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇലോൺ മസ്കിനും ഡോജ് സംഘത്തിനും കോടതി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ജനങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സിസ്റ്റമാണ് മസ്കിന്റെ ഡോജ് ടീം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ജനങ്ങളുടെ നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്ന സിസ്റ്റം ഡോജ് ടീം ഉപയോഗിക്കുന്നതിനെതിരെ നിരവധി സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതിയെ സമീപിച്ചിരുന്നു. 14 ദിവസത്തെ വിലക്കാണ് കോടതി ഏർപ്പെടുത്തിയത്. ഡൗൺലോഡ് ചെയ്ത വിവരങ്ങൾ ഉടൻ നശിപ്പിക്കാനും ഡോജ് സംഘത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഇലോൺ മസ്കിന്റെ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ അമേരിക്കയെ ബാധിക്കുമെന്നറിയാനാണ് ലോകം കാത്തിരിക്കുന്നത്.